എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോ ആയതുപോലെ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷെയ്നിക് നായകന സിനിമയായിരുന്നു ബൾട്ടി. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബൾട്ടി. ഒരുപാട് സീനിയർ താരങ്ങൾ നല്ല അഭിപ്രായമാണ് ബൾട്ടിക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിനിമ തമിഴിലും റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിലാണ് ബൾട്ടി സിനിമ റിലീസിനെത്തുന്നത്. ഫെബ്രുവരി മാസത്തിലായിരിക്കും ബൾട്ടി സിനിമ വരുന്നതെന്നാണ് റിപ്പോർട്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബേബി ഗേൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളിയുടെ അടുത്തൊരു സിനിമയായിരുന്നു ബേബി ഗേൾ. എന്നാൽ സിനിമയ്ക്ക് മിക്സഡ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ കളക്ഷൻ തിയേറ്ററിൽ നിന്ന് ലഭിച്ചില്ല. ഇപ്പോഴിതാ ബേബി ഗേൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സോണി ലിവ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ബേബി ഗേൾ റിലീസാവുന്നതിന് മുൻപ് തന്നെ സിനിമയുടെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കിലാണ് ബേബി ഗേളിൻ്റെ OTT റിലീസ്. അത്തരം സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൗബിൻ ഷാഹിർ നായകനായ സിനിമയാണ് പാതിരാത്രി. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. നവ്യ നായരാണ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ പാതിരാത്രി സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. പാതിരാത്രി സിനിമ ഫെബ്രുവരിയിലാണ് OTT റിലീസ്. ഇതൊരു അപ്ഡേറ്റ് ചത്തപ്പച്ച എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി കാമിയോ റോളിൽ വന്ന സിനിമയാണ് ചത്തപ്പച്ച. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് വരുന്നത്. ഒരു ബോക്സിങ്ങിൻ്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് ചത്തപ്പച്ചയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് പരാജയപ്പെട്ട സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസ് ആണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് നൈറ്റ് റൈഡേഴ്സിൻ്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു പുണ്യാളൻ. തിയേറ്ററിൽ നിന്ന് ആവറേജ് അഭിപ്രായമാണ് പുണ്യാളൻ നേടിയെടുത്തത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകൻ ഇവരാണ് പുണ്യാള സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് പുണ്യാള സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷമാണ് സിനിമ ഇറങ്ങിയത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. നല്ലൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഈ മാസം ലാസ്റ്റ് ആയിരിക്കും ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസണക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് 3 വർഷം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നിവിൻ പോളി, മമിത ബൈജു തുടങ്ങി ഒരുപാട് പേര് രാമചന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി രാമചന്ദ്ര OTTയിൽ വരും. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷെയ്നിക് നായകനായ സിനിമയാണ് വേല. കുറേ കാലമായി സിനിമ റിലീസായിട്ട്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു ത്രില്ലർ സിനിമ. ഇപ്പോഴിതാ മനോരമ മാക്സിൽ വേല സിനിമ റിലീസിനെത്തുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത് ബുദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പൃഥ്വിരാജ് നായകന സിനിമയായിരുന്നു വിലായത് ബുദ്ധ. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടതുകൊണ്ട് OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. നല്ല പ്രതീക്ഷയോടെയാണ് ബുദ്ധ വന്നത്. എന്നാൽ ആർക്കും തന്നെ സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് വിലായത് ബുദ്ധ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. സിനിമ റിലീസിന് മുന്നേ തന്നെ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. അടുത്തൊരു അപ്ഡേറ്റ് തേരെ ഇഷ്ക് മേ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധനുഷ് നായകനായ ഹിന്ദി സിനിമയാണ് തേരെ ഇഷ്ക് മേ. നല്ല കളക്ഷനാണ് സിനിമ നേടിയെടുത്തത്. തിയേറ്ററുകളിൽ വിജയിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് OTT റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.